ഒരിക്കൽ ഒരു പിതാവ് തൻ്റെ 6 വയസ്സുകാരനായ മകനോട് ചോദിച്ചു, മകനെ, നിന്റെ സ്വപ്നം എന്താണ്? വളരുമ്പോൾ ആരാകാനാണ് നിനക്ക് ആഗ്രഹം? കുഞ്ഞുകാരൻ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. സ്വപ്നങ്ങൾ നമ്മളാരും സാധാരണ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ സാധാരണ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ ചോദിച്ചാൽ അറിയാറില്ല. നമ്മുടെ സ്വപ്നങ്ങൾ അടിച്ചേൽപ്പിക്കുക ചെയ്യാറില്ല. എന്നാലും ഈ പിതാവ് ചോദിച്ചു, മകനെ, വളരുമ്പോൾ നിനക്ക് ആരാവാനാണ് ആഗ്രഹം? നിന്റെ സ്വപ്നം എന്താണ്? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, ഡാഡ്, ഐ വാണ്ട് ടു ബി എ പ്രൊഫസർ. ഡാഡ്, ഐ വാണ്ട് ടു ബി എ പ്രൊഫസർ. ഓ, പ്രൊഫസർ? അതിന് അത്ഭുതമായി. എ പ്രൊഫസർ? യു വാണ്ട് ടു ബി എ പ്രൊഫസർ? പ്രൊഫസർ ഓഫ് വാട്ട്? എന്തിൻ്റെ പ്രൊഫസർ ആവാനാണ് നിന്റെ ആഗ്രഹം? നിനക്കാഗ്രഹം? അദ്ദേഹത്തിന് അത്ഭുതമായി. സാധാരണ 6 വയസ്സുകാരനായ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ അത്ഭുതം തോന്നുമല്ലോ, സ്വാഭാവികമല്ലേ? എന്തിൻ്റെ പ്രൊഫസർ ആവാനാണ് നിനക്ക് ആഗ്രഹം? പറഞ്ഞു, ഡാഡ്, I think I want to be a professor of happiness. Professor of happiness, eh? Professor of happiness. Oh, what a wonderful idea. Really, it's a wonderful idea. Wonderful dream. They അത്ഭുതപ്പെടുന്നുണ്ടായി. You want to be a professor of happiness. See, what a positive thinking person. പോസിറ്റീവ് ഗൈ, ദാറ്റ് ബോയ്സ്. ഇത് വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മളവിടെ കാണുന്നത്. അത് അത്ഭുതം കൂടുന്ന ഒരു പിതാവ്. ആ പിതാവ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും. അവൻ്റെ സ്വപ്നങ്ങൾ മുമ്പോട്ട് പോകാം. വാണ്ട് ടു ബി പ്രൊഫസർ ഓഫ് ഹാപ്പിനെസ്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ് ഹാപ്പിനെസ്. ഹാപ്പി ആയിരിക്കാൻ, നമ്മുടെ സ്വാസ്ഥ്യത്തെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ ഹാപ്പി ആയിരിക്കാൻ എന്തൊക്കെ വേണം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സംതിങ് ടു ഡു, സംതിങ് ടു സംബഡി ടു ലവ് ആൻഡ് സംതിങ് ടു ഹോപ്പ് ഫോർ. ഇത്രയും അടിസ്ഥാന കാര്യങ്ങൾ ഉണ്ടാവണം ഹാപ്പിനെസ്സിന്. എന്നാലും പോരാ, നമ്മൾ വിഷാദം എന്ന് പറയുന്ന ഒരു വണ്ട് നമ്മളെ ബാധിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 6 വയസ്സുകാരൻ്റെ ചിന്തയിൽ ഐ വാണ്ട് ടു ബി എ പ്രൊഫസർ ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അവൻ എത്രമാത്രം പോസിറ്റീവായി ചിന്തിച്ചിട്ടുണ്ടാവും എന്നാലോചിക്കുക. കാലങ്ങൾ കടന്നുപോയി. ആ പിതാവ് അമേരിക്കയിലെ ഒരു മോട്ടിവേറ്റർ റൈറ്ററാണ്. ഒരുപാട് ബെസ്റ്റ് സെല്ലറുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ആ 6 വയസ്സുകാരനായ ആ കുട്ടി ഒരുപാട് വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച, വലിയ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ച ആ കുട്ടിക്കും അവൻ്റെ അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്തൊരു പുസ്തകം എഴുതി. ആ പുസ്തകം ഈ 2 പേർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ഒന്ന് തൻ്റെ മകൻ, 6 വയസ്സുകാരനായിരുന്ന, മനസ്സ് വലിയ സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ കുറിച്ച തൻ്റെ മകനും, അവനെ അതിന് പ്രാപ്തനാക്കിയ തൻ്റെ മകൻ്റെ അമ്മ, മീൻസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും, അവർക്ക് രണ്ടുപേരും ഡെഡിക്കേറ്റ് ചെയ്ത് പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഇറ്റ്സ് എ ബെസ്റ്റ് സെല്ലർ. ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. മൈ ഫ്രണ്ട്സ്, ഐ recommend you to read, to get a book and read it. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. അപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ആ പുസ്തകം എഴുതിയ ആളുടെ പേര് ഡേവിഡ് ജോസഫ് ഷോർട്സ്. an American motivational writer. This book is a famous bestseller. It's really wonderful. I recommend my friends to get the book and read it. Wish you all the best. Okay.